കഴുത കടുവയോട്ട് പറഞ്ഞു, പുല്ല് നീലയാണ്. ചർച്ച ചൂടുപിടിച്ചു. അവനെ മധ്യസ്ഥയ്ക്ക് സമർപ്പിക്കാൻ ഇരുവരും തീരുമാനിച്ചു. ഇതിനായി അവർ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ മുമ്പിലെത്തി. ഹൈനസ്, പുല്ല് നീലയാണെന്നത് ശരിയാണോ? സിംഹം മറുപടി പറഞ്ഞു, സത്യം, പുല്ല് നീലയാണ്. അപ്പോൾ രാജാവ് പ്രഖ്യാപിച്ചു, കടുവയെ 2 വർഷത്തെ നിശബ്ദതയോടെ ശിക്ഷിക്കും. കഴുത സന്തോഷത്തോടെ ചാടി തന്റെ വഴിക്ക് പോയി സംതൃപ്തിയോടെ ആവർത്തിച്ചു, പുല്ല് നീലയാണ്. കടുവ അവന്റെ ശിക്ഷ സ്വീകരിച്ചു. പക്ഷേ എന്റെ മുമ്പിൽ എല്ലാത്തിനുമുപരി പുല്ല് പച്ചയാണ്. കടുവ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത്? സിംഹം മറുപടി പറഞ്ഞു, പുല്ല് നീലയാണോ പച്ചയാണോ എന്ന ചോദ്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. കഴുതയുമായി തർക്കിച്ച് സമയം കളയുന്ന നിന്നെപ്പോലുള്ള ധീരനും ബുദ്ധിശക്തിയുമുള്ള ഒരു ജീവിക്ക് അത് സാധ്യമല്ല എന്നതിനാലാണ് ശിക്ഷ. അതിനുമപ്പുറം വന്ന് എന്നെ ആ ചോദ്യം കൊണ്ട് ശല്യപ്പെടുത്തുന്നു. ഒരിക്കലും വാദത്തിനു വേണ്ടി മാത്രം വാദിക്കുന്നവരോട് തർക്കിക്കരുത്.